ഇന്ന് ഭയങ്കര ഉഷാറിലാണെന്ന് ദിശ കുത്തിരിക്കുന്നത്. എന്ത് പറ്റി? എപ്പോഴും ഉഷാറ് തന്നെയല്ലേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. നാണില്ലല്ലോ, സ്വന്തം പഠിപ്പിച്ച് ഇത്രയും കാലം കൊണ്ട് പഠിപ്പിച്ച ടീച്ചേഴ്സിനെ കുറ്റം പറയാൻ വേണ്ടി വന്നിരിക്കുന്നതല്ല. കുറ്റം പറയാനാന്ന് ആര് പറഞ്ഞു? കുറ്റം പറയാനൊന്നുമല്ല, നമുക്ക് തോന്നിയ ആ ഒരു അനുഭവങ്ങൾ പറയാം. അത്രയും നല്ലതും മോശവും എല്ലാം ഉണ്ട്, എല്ലാം മിക്സ് ആയിട്ടാ. ഇപ്പോൾ ടീച്ചേഴ്സിന് പണിയാവില്ല ഇത് കണ്ടാലിപ്പോൾ? പണിയാവാനല്ല, എനിക്കത് ഒന്ന് പറയണമെന്ന് എന്നെ സ്വാധീനിച്ചല്ലേ? അതായത് നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ ടീച്ചേഴ്സിൻ്റെ സ്വാധീനം പല തരത്തിലുണ്ടാവാം. ഒരുപാട് ചില കുട്ടികൾ ടീച്ചേഴ്സും കാരണം മാത്രം ഒരു പക്ഷേ ട്രാക്കിൽ കയറി പോയ ആൾക്കാരുണ്ടാവാം അല്ലേ. പേരൻസിൻ്റെ അതേ തന്നെ പ്രാധാന്യം കുട്ടികളെ സംബന്ധിച്ചിട്ട് ടീച്ചേഴ്സിനുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ദിശേൻ്റെ ജീവിതത്തിൽ ടീച്ചേഴ്സ് എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്നുള്ളത് ഒന്ന് പറഞ്ഞാലോ? അത് ഞങ്ങൾ പറയുന്ന വേറൊന്നുമല്ല, ദിശയിലൂടെ നമ്മൾക്കെല്ലാവർക്കും, നമ്മളിൽ ഓരോരുത്തർക്കും ഈ സ്വാധീനങ്ങൾ നല്ലതും ചീത്തയുമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. അതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നൂല് എന്ന് പറയില്ലേ, ഒരു നൂല് കമൻറ്റുകൾ ഇടാനൊക്കെയുള്ള അതുമായി ബന്ധപ്പെട്ട്. അപ്പം ദിശയുടെ ഫേവറേറ്റ് ടീച്ചേഴ്സ് ഏതാണ്? അവിടെ നിന്ന് തുടങ്ങാം നമുക്ക്. ഫേവറേറ്റ് ടീച്ചേഴ്സ് എന്നെ ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിച്ച ടീച്ചേഴ്സ് തന്നെയാണ്. ഇപ്പം കോളേജുകളിലൊക്കെ പഠിപ്പിച്ച ടീച്ചേഴ്സിന് പലരെയും ഓർമ്മ തന്നെ ഇല്ല. ഇപ്പം അടുത്താണെങ്കിൽ പോലും ഓർമ്മ ഉള്ള ഒരു ചുരുക്കേ ഉള്ളൂ. പക്ഷെ എന്നെ ശരിക്കും സ്വാധീനിച്ച ടീച്ചേഴ്സ് ചെറിയ ക്ലാസ് പഠിപ്പിച്ചത് തന്നെയാണ്. അതിൽ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് നവീൻ മാഷയാണ്. നവീൻ മാഷ എന്നെ ചെറിയ ക്ലാസ് തൊട്ടേ കുറേ വർഷം സ്കൂൾ AJI സ്കൂൾ. അത് ഉപ്പള കാസർഗോഡുള്ള AJI സ്കൂൾ. നവീൻ മാഷെ കുറിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് കേട്ടോ അല്ലെ, പണ്ട് പഠിപ്പിച്ച രീതികളെ കുറിച്ച്. മലയാളമാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമുക്ക് പഠിപ്പിച്ചു തരുന്നതെന്ന് വെച്ചാൽ കളികളിലൂടെയാണ് പഠിപ്പിച്ചു തരിക. ഇപ്പോൾ നമ്മൾ വീട്ടിൽ പോയി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ക്ലാസ്സിൽ നിന്ന് തന്നെ അത് നമ്മൾ ഇപ്പം എന്താണെങ്കിലും നമുക്കറിയാം. എക്സാം ആകുമ്പോഴത്തേക്ക് നമുക്ക് പഠിച്ചില്ലെങ്കിലും എഴുതാൻ പറ്റും. അപ്പോൾ ഒരു ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും 90 above മാർക്സ് വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് എനിക്ക് അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ എല്ലാ സബ്ജക്റ്റിലും നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ച് അതൊരു പ്രത്യേകത ആയിരിക്കില്ല. പക്ഷേ ചില സബ്ജക്റ്റിൽ ചില കുട്ടികൾ തീരെ മാർക്കില്ലാത്ത കുട്ടികൾക്ക് വരെ ആ മലയാളത്തിൽ 90 above ഉണ്ടാവും. അത് ആ ടീച്ചറെ കഴിവാണ്. എന്നുവെച്ചാൽ നമ്മൾ കളിയിലൂടെ നമ്മൾ അറിയാതെ പഠിപ്പിക്കുക, അതാണ് സാറിൻ്റെ രീതി. സാറ് ഒരു അധ്യാപകൻ മാത്രമല്ല, അതിലുപരി എഴുത്തുകാരൻ, നാടക സംവിധായകൻ, അങ്ങനെ അതൊക്കെ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഒരു പാഷനേറ്റീവായ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുമ്പോഴാണ് അത് എപ്പോഴും ഏത് ജോലിയാണെങ്കിലും ശരി അതിൽ സക്സസ്ഫുൾ ആവുന്നത്. ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ദിശ ഇത്രയും ഒരുപാട് ടീച്ചേഴ്സിനെ കണ്ടിട്ട് ഇപ്പോഴും ആ നവീൻ മാഷ ഓർക്കുക എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ വലിയൊരു കാര്യമാണ് മാഷെ സംബന്ധിച്ചിട്ട്. എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ക്ലാസ് ഇപ്പോൾ എന്നെ 5ൽ 6ലൊക്കെയാണ് പഠിപ്പിച്ചത്. എന്നാലും ഇപ്പൊ അടുത്ത് വരെ സാർ എന്നെ വിളിച്ചിട്ടുണ്ട്. നവീൻ മാഷ് എറണാകുളമാണ്. ഇപ്പൊ കുറച്ചായിട്ട് നമ്മൾ അത്ര കോണ്ടാക്ട് ഇല്ല, എന്നാലും അടുത്ത കാലം വരെയൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് ഒരു പ്രാവശ്യം മെസ്സഞ്ചറിൽ കോണ്ടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്തു, പക്ഷെ സാർ ഇതുവരെ മെസ്സേജ് കണ്ടിട്ടില്ല. അപ്പൊ ഇനി ഒന്നുകൂടി കാണണം എന്ന് വീഡിയോയിലൂടെയെങ്കിലും കാണുമെങ്കിൽ നവീൻ മാഷെ നമുക്കൊന്ന് പരിചയപ്പെടണം. അതെ, അത് എനിക്ക് ഇപ്പോഴും ഇപ്പൊ നമുക്ക് പല കാര്യങ്ങൾ പഠിക്കുമ്പോഴും എനിക്ക് പെട്ടെന്ന് തന്നെ നവീൻ മാഷ് ഓർമ്മ വരും. കാരണം എന്താ വെച്ചാൽ അന്ന് നമുക്ക് ബേസിക്സ് പല ബേസിക് കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ ഇപ്പോഴും നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും സാറ് പറഞ്ഞു തന്നത് ഓർമ്മ വരുന്നുണ്ട്. അത് വലിയ കാര്യമാണ്. അതായത് പാഠവിഷയങ്ങൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ യൂസ്ഫുൾ ആയ കാര്യങ്ങളൊക്കെ ആ ഒരു തമാശ രീതിയിലോ അല്ല അതിലൊക്കെ പോയിന്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോഴാണ് അത്. പിന്നെ സാറ് സിനിമാ കഥകൾ വരെ ക്ലാസ്സിന് പറഞ്ഞുതരാം. സാറ് ഇപ്പൊ കണ്ട സിനിമ അതിൽ എന്താണ് നമുക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് അതൊക്കെ ക്ലാസ്സിൽ. സിനിമ എന്തുകൊണ്ടാണ് ഇത്രയും ഒരു മൂല്യമുള്ളൊരു സംഭവമായി നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഇഷ്ടമുള്ളൊരു മേഖലയാണ് സിനിമ. എല്ലാ തരത്തിലുള്ള ആൾക്കാരും ആസ്വദിക്കുന്ന സംഭവമാണ് സിനിമ. അപ്പോൾ സിനിമയിലൂടെ നമുക്ക് എന്തെങ്കിലും പഠിപ്പിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അത് അല്ലേ. എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഭവത്തിലൂടെ നമ്മളൊരു പാഠങ്ങൾ പഠിപ്പിക്കുക അല്ലെങ്കിൽ ഒരു കഥകൾ പറയാന്ന് പറയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതുകൊണ്ടാണ് സിനിമ എല്ലാവരും സെലക്ട് ചെയ്യുന്നത്. ചില ക്ലാസ്സുകൾ സിനിമേൻ്റെ ഒരു ഭാഗത്ത് ചില ടീച്ചേഴ്സ് പോകൂല അല്ലേ. പിന്നെ അതുപോലെ തന്നെ നവീൻ മാഷെ കൂടെ തന്നെ ഉള്ളൊരു സാറായിരുന്നു ബൈജു മാഷ് മാത്സ് ആണ് എടുത്തിരുന്നത്. പക്ഷെ മാത്സ് ആണെങ്കിൽ കൂടിയും നമുക്ക് അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ പറഞ്ഞു തരും. ഇപ്പോൾ എനിക്ക് ആദ്യമായിട്ട് എന്താണ് തെരഞ്ഞെടുപ്പ്, എന്താണ് രാഷ്ട്രീയം, പിന്നെ നിയമസഭ എന്താണ്, പിന്നെ എന്താണ് ഭരണപക്ഷം, എന്താണ് പ്രതിപക്ഷം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് പറഞ്ഞു തന്നത് ബൈജു മാഷാണ്. മാത്സ് ആണെങ്കിൽ കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിലെ ഇപ്പോഴും എനിക്ക് അതാണ് എൻ്റെ ബേസിക് രാഷ്ട്രീയത്തിനെ കുറിച്ചുള്ള നോളജ് ഇപ്പോഴും അതാണ് സാറ് പറഞ്ഞതാണ്. പിന്നെ വിക്രമാദിത്യ വേതാള കഥകൾ അതൊക്കെ ഒരു മാത്സ് ടീച്ചർ പറഞ്ഞു തരിക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കും. പക്ഷെ എന്ന് വെച്ചിട്ട് സാറിൻ്റെ സബ്ജക്റ്റിൽ സാർ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. അതും നമ്മളെ പ്രോപ്പറായിട്ട് എന്തിനാണ് ഇത് പഠിക്കുന്നത്, എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, അതൊക്കെ പറഞ്ഞു തന്നിട്ടാണ് നമ്മളെ പഠിപ്പിക്കുക. അല്ലാണ്ട് ഒരു കാര്യം ബോർഡിൽ എഴുതി തന്നിട്ട് നിങ്ങളത് കോപ്പി അതും ആ രീതിയല്ല അവരുടെ ഒന്നും. നമുക്ക് ഒരു എക്സാമ്പിൾ പഠിപ്പിച്ചു
തന്നെ നമുക്ക് എല്ലാത്തിലും അത് അപ്ലൈ ചെയ്യാൻ ആ രീതിയിലാണ് അവർ നമുക്ക് ഹൃദയസ്ഥമാക്കി തരിക. വീട്ടിൽ പോയി പഠിക്കേണ്ട ആവശ്യമില്ല, ക്ലാസ്സിൽ നിന്ന് തന്നെ നമുക്കത് ബൈഹാർട്ടാക്കി തരും. പിന്നെ നമ്മളത് പഠിക്കേണ്ട, എക്സാമിന് പോലും പഠിക്കേണ്ട ആവശ്യമില്ല. ആ രീതിയിലാണ് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാവാം. അതെ, ഞാൻ നവീൻ മാഷ കാര്യമാണ് ഇപ്പം നമ്മളൊരു കണ്ടന്റ് ബേസിൽ കേട്ടതല്ല. നവീൻ മാഷോട് ബൈജു മാഷ കാര്യങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ദിശ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. എനിക്കൊന്ന് കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്ത് തന്നെ. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നും, ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന മാഷന്മാരുണ്ടോയെന്ന്. അപ്പോൾ ഞാനൊരു അത്ര ഒരു ബ്രൈറ്റ് സ്റ്റുഡൻ്റ് അല്ല. അപ്പോൾ ഞാനിങ്ങനെ തട്ടിമുട്ടി ഉരുണ്ടിട്ട് പറ്റിച്ച് പോകുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയും പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ടോ? എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ടീച്ചർ എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞില്ല, അങ്ങനെ എടുത്തു പറയാൻ. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇവളിങ്ങനെ ഇത്രയും ടീച്ചേഴ്സിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ വിചാരിക്കാം അത് എനിക്കാരും ഇല്ലാണ്ടായിപ്പോയി, ഞാൻ ക്ലാസ് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണോ? അപ്പോൾ ഞാൻ എപ്പോഴും അതിനെ ദിശ പറയുമ്പോൾ എതിർക്കും. കാരണം വെച്ചാൽ എല്ലാ സ്റ്റുഡൻറ്റും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. ഇപ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തൊരു കുട്ടിയുണ്ടെങ്കിൽ അവനെ വേറെ ഏതെങ്കിലും തരത്തിൽ അതിനുള്ള സമയം കണ്ടെത്തിയിട്ട് അവനൊന്ന് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവനെ മെല്ലെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഒരു എക്സാമ്പിൾ എനിക്കുണ്ട്. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ 1-2 ടീച്ചേഴ്സ് തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് 8ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു മലയാളം ടീച്ചറാണ്, ശ്രീരഞ്ജിനി ടീച്ചർ, വടകര BM ഹൈസ്കൂളിലെ. അപ്പോൾ മൂപ്പർ ഒന്നുമില്ല, എന്നോട് ഒരു സ്നേഹത്തോടെ രണ്ട് വർത്താനം പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മലയാളം ഞാൻ പിന്നെ ശ്രദ്ധിക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്വാധീനിച്ചത് ഓർക്കാട്ടറി മാപ്പിള UP സ്കൂളിൽ ഞാൻ പഠിച്ചത്. ഓർക്കാട്ടറി മാപ്പിള UP സ്കൂളിൽ അവിടെ ഒരു വെക്കേഷൻ സമയത്ത് ഒരു സജീവൻ മാഷ് സുഗമ മധ്യമ പ്രാഥമിക എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ എക്സാമൊക്കെ ഞാൻ എഴുതാറുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ സുഗമ പരീക്ഷ കൊണ്ട് വെക്കേഷൻ സമയത്ത് ഒരു സജീവ മാഷ് ഞങ്ങളെ സ്കൂളിൽ തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ മാഷാണ്. അപ്പോൾ മൂപ്പർ വെക്കേഷൻ സമയത്ത് ഈ ഹിന്ദി ക്ലാസ് എടുക്കും. അപ്പോൾ ഞാൻ വെക്കേഷൻ 2 മാസത്തെ വെക്കേഷൻ തന്നെ ആ ഹിന്ദി എൻ്റെ 7ാം ക്ലാസ് സബ്ജക്റ്റ് മൊത്തം ആ വെക്കേഷൻ കംപ്ലീറ്റ് പഠിച്ചു. അങ്ങനെ 7ാം ക്ലാസ്സിൽ പോയപ്പോൾ ക്ലാസ്സിൽ എടുത്ത് നോക്കുമ്പോൾ എക്സാം പേപ്പർ കിട്ടിയപ്പോൾ വിജയലക്ഷ്മി ടീച്ചറാണെന്ന് എനിക്ക് ഹിന്ദീൻ്റെ ടീച്ചർ. അപ്പോൾ ഞാൻ നല്ല പഠിക്കുന്ന സ്റ്റുഡൻ്റ് ഒന്നും അല്ലല്ലോ. അപ്പോൾ എന്നെ ശ്രദ്ധിച്ചിട്ടില്ല, അതാരെയും കുറ്റമൊന്നുമല്ല, ഞാൻ അങ്ങനെയാണ്. അപ്പോൾ എക്സാം പേപ്പർ തരുന്ന സമയത്ത് എനിക്ക് 50-ൽ 49. അപ്പോൾ ടീച്ചർ നോക്കി വളരെ അത്ഭുതത്തോടുള്ളൊരു നോട്ടം. ആ നോട്ടം എനിക്ക് ആ ടീച്ചറോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. അപ്പോൾ ആ ടീച്ചർ എന്നെ സ്വാധീനിച്ചു എന്ന് പറയാറുണ്ട്. കാരണം എന്നെ ഒന്ന് സ്നേഹത്തോടെ ഒന്ന് പരിഗണിച്ചപ്പോൾ എനിക്ക് ടീച്ചറോട് ഭയങ്കര ഇഷ്ടം തോന്നി. പിന്നെ ഹിന്ദി സബ്ജക്റ്റ് നന്നായി പഠിക്കാറുണ്ട്. പിന്നീട് അങ്ങോട്ടും ആ ഹിന്ദി സബ്ജക്റ്റിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിപ്പോയി എന്ന് പറയാം. അപ്പോൾ ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി എടുത്തത്. അന്ന് പഠിപ്പിച്ച ജയദീപ മാഷ്, പ്രീ ഡിഗ്രി ഞാൻ പ്രൈവറ്റ് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ നിന്നുള്ള ജയദീപ മാഷയുടെ ആ ഒരു സ്നേഹത്തോടെയുള്ള, അപ്പോഴേക്കും ഹിന്ദി ഈസി ആയിട്ടൊന്നല്ല. അതുപോലെ തന്നെ എനിക്ക് ബിസിനസ് സ്റ്റഡീസ് പഠിപ്പിച്ച പ്രീ ഡിഗ്രിക്ക് പഠിപ്പിച്ച സുരേഷ് മാഷ്, അതുപോലെ തന്നെ അമീർ മാഷ് ഇംഗ്ലീഷ് എടുത്ത്, അങ്ങനെ കുറച്ച് എനിക്ക് പ്രീ ഡിഗ്രിക്കാണ് ശരിക്കും എനിക്ക് എന്താണ് ഇംഗ്ലീഷ് എന്നൊക്കെ മനസ്സിലാവാൻ തുടങ്ങിയത്. അപ്പോൾ അവരോടത്തുള്ള ആ ഒരു ഇഷ്ടത്തോടു കൂടിയുള്ള നമ്മളെ പരിഗണിക്കുമ്പോൾ, അപ്പം ടീച്ചേഴ്സിന് എല്ലാ സ്റ്റുഡൻസിനും ഇപ്പോൾ പരിഗണിക്കാൻ പറ്റുന്നില്ല, പക്ഷേ പരിഗണിക്കുന്നുള്ളൊരു തോന്നൽ ഏതൊക്കെ ഒരു സമയത്ത് കൊടുത്താൽ മതി. അപ്പോൾ അവരുടെ സബ്ജക്റ്റ് മാക്സിമം പഠിക്കാൻ ശ്രമിക്കും. ചില കുട്ടികൾ എല്ലാവരും ശ്രദ്ധിക്കും, പഠിക്കുകയും ചെയ്യും. ഞാൻ ചില ആൾക്കാർ നമുക്ക് അവനെ ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ 1-2 വാക്കുകളോട് സംസാരിച്ചല്ലേ വല്ല ഒരു ഇഷ്ടത്തോടെ ഒന്ന് കഴിഞ്ഞാൽ ആ മാഷ മുമ്പിൽ എനിക്ക് മോശക്കാരനാവാൻ പറ്റില്ല എന്നുള്ള സംഭവം കാരണം ഒരു മാക്സിമം പഠിക്കും. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ എന്തിനാ പറയുന്നത് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഇവരിപ്പോൾ പറഞ്ഞിട്ട് എന്താ, ചില ടീച്ചേഴ്സിന് ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഒരു ടീച്ചേഴ്സിന് ഇത് മനസ്സിലാക്കിക്കൊണ്ട് വെറും പാഠവിഷയങ്ങൾ മാത്രം പഠിപ്പിക്കാതെ അതിൻ്റെ കൂടെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഉപകാരപ്രദമായ ചില സംഭവങ്ങളുടെ ഉൾപ്പെടുത്തി പറയുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആവും അല്ലേ? നമുക്ക് അതേപോലെ എനിക്ക് അത് പറയുമ്പോൾ വേറെ ടീച്ചർ പറഞ്ഞു, നമ്മൾ +2 മാത്സ് പഠിപ്പിച്ച ടീച്ചറാണ്. ഇപ്പോൾ സാധാരണ എല്ലാവർക്കും +2 സയൻസിലെ മാത്സ് എന്ന് പറഞ്ഞാലാണ് ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ്. അപ്പോൾ അത് പഠിപ്പിക്കുന്ന ടീച്ചറിനെ നമ്മൾ ഇഷ്ടപ്പെട്ട് ആ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെട്ട് പോകാന്ന് പറഞ്ഞാൽ ആ ടീച്ചറിൻ്റെ കഴിവാണ്. ശരിക്കും മേരി ടീച്ചറിന് നമുക്കൊരു ടീച്ചർ മാത്രമായിട്ടല്ല, നമ്മളുടെ ഒരു അമ്മയെ പോലെയാണ് ക്ലാസ്സിൽ വരുമ്പോൾ ഫീൽ ചെയ്യാറ്. അത് എനിക്ക് മാത്രമായിരിക്കില്ല, ഒരുവിധം എല്ലാവർക്കും ആ ഒരു ഫീലിംഗ് ഉണ്ടാവും. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ നല്ലോണം പഠിക്കുന്ന കുട്ടികളും അല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ടീച്ചർ എല്ലാവരെയും ഒരേ രീതിയിൽ പരിഗണിച്ചിട്ടാണ് പഠിപ്പിക്കുക. എന്ന് വെച്ചാൽ ആ കുട്ടികളെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അവരെ പേഴ്സണൽ കാര്യങ്ങളും എല്ലാം നമ്മളെല്ലാ കാര്യവും ടീച്ചർക്ക് അറിയാം. അത് ഇപ്പോൾ ആ ടീച്ചർ ആ ഒരു കരിയർ ആ ഒരു പീരീഡിൽ ഒരു 1000-കണക്കിന് കുട്ടികളെ പഠിപ്പിക്കുമല്ലോ ഒരു ടീച്ചർ. അപ്പോൾ അവരെ ഓരോരുത്തരെയും ഇൻഡിവിജ്വലായിട്ട് മനസ്സിലാക്കിയിട്ട് ഇപ്പോഴും ആ ബന്ധം, ഇപ്പം എന്നെയും എൻ്റെ അനിയനൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചറാണ്. ഇപ്പോൾ എൻ്റെ അനിയൻ ടീച്ചറെ വിളിക്കുമ്പോഴും എൻ്റെ കാര്യം ചോദിക്കും, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഞാൻ ഏതെങ്കിലും രീതിയിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ എന്നോട് ചോദിക്കും, അനിയൻ്റെ കാര്യമൊക്കെ ചോദിക്കും. അപ്പം അങ്ങനെ എത്ര കുട്ടികളുണ്ടോ അവരൊക്കെ ഇപ്പോഴും പേഴ്സണലി അറിയുന്ന ഒരു ടീച്ചർ, അത് ഒരു അത്ഭുതം തന്നെയാണ്.
അല്ല ഒരുപാട് അതുപോലെ ടീച്ചേഴ്സ് ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. പക്ഷെ എനിക്ക് നമ്മളത് പറയുന്ന ഇതൊരു സബ്ജക്റ്റായി എടുത്തിട്ട് നമുക്ക് ഒരു വലിയൊരു ശതമാനം ടീച്ചേഴ്സിനൊക്കെ അങ്ങനെ ആവാൻ പറ്റും. കാരണം അതിലേക്ക് ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം. ഞാനും ഈ ടീച്ചേഴ്സിനെ ഈ വലുതായതിനു ശേഷം പല കാര്യങ്ങളും നമുക്ക് മനസ്സിലായല്ലോ, എങ്ങനെയൊക്കെ കുട്ടികളെ സ്വാധീനിക്കാം, കുട്ടികൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യുന്നത് നമ്മൾ വലുതായ സമയത്താണ് നമ്മൾ മനസ്സിലാകുന്നത്. ശരിക്കും എനിക്ക് ഒരു സബ്ജക്റ്റ് എങ്ങനെ പഠിക്കണം എന്ന് പോലും എനിക്കറിയില്ല ഇപ്പോഴും. ദിശ ചിലപ്പോൾ കോഡിട്ട് പഠിക്കുന്ന കാര്യങ്ങളും പറയുമ്പോൾ ഞാനിങ്ങനെ വായും പൊളിച്ച് നോക്കും, ഇതെന്താടാ. അപ്പോൾ പറയും അതിങ്ങനെ ഒരു കോഡിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാം. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഒരിക്കലും ആയുർവേദത്തിലൊക്കെ ഒരുപാട് പഠിക്കാനുള്ളത് കൊണ്ട് കോഡിട്ട് പഠിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എനിക്കറിയില്ല. നമുക്ക് എല്ലാം ഇപ്പോൾ നമുക്ക് അത് ഡയറക്റ്റ് ഓർത്തിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ചില കോഡുകളൊക്കെ വെച്ച് നമ്മളുടെ അനുഭവത്തിൽ വെച്ചിട്ട് അതിനെ ലിങ്ക് ചെയ്തിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. ഒരുപാട് അത് മെനക്കെടേണ്ട ആവശ്യമില്ല, ഒന്ന് വായിച്ചാൽ തന്നെ അത് മനസ്സിലാവും. അതായത് ഞാൻ ബൈ ഹാർട്ടായിട്ടായിരുന്നു ഇത് പഠിക്കാറ്. എനിക്ക് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഒരുവിധം ഒരു കുഴപ്പമില്ലാത്തൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. 8 മുതലാണ് അത്യാവശ്യം മോശമായി പോയത്. 7ാം ക്ലാസ് വരെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പഠിക്കുമായിരുന്നു. ആ ബേസാണ് എനിക്ക് ഇപ്പോഴും ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞത് എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഇപ്പം വീട്ടിൽ നിന്ന് എൻ്റെ മാമനൊന്നും ശ്രദ്ധിക്കാഞ്ഞിട്ടൊന്നുമല്ല. മാമനൊക്കെ എന്നെ ശ്രദ്ധിക്കും. പക്ഷേ മാമനൊക്കെ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കിൽ എടുത്തിട്ട് ചോദ്യം ചോദിക്കുക, എങ്ങനെ പഠിക്കണം, ഏത് രീതിയിലാണ് പഠിക്കേണ്ടതെന്നും എനിക്ക് ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇവളോട് ഞാൻ സംസാരിക്കും, ഇവൾ പഠിക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞപ്പോൾ അവൾ പറയും നല്ല കഴിവെല്ലാം ഉണ്ട്, പക്ഷേ ശ്രദ്ധിക്കാണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്നോട് ഇങ്ങനെ പറയും. അപ്പോൾ ഞാൻ പറയും കഴിവുണ്ടോന്ന്. കാരണം നമുക്കൊന്നും കൂടെ ഇവിടെ ദിശനെ സംബന്ധിച്ചൊക്കെ ഒന്നും കൂടെ പല കാര്യങ്ങളിലും ഞാൻ എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുക. അപ്പോൾ പറഞ്ഞത് അതൊരു കഴിവായിട്ട് പറയും. അപ്പോൾ ശരി. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിലാലോചിക്കും എനിക്ക് പഠിക്കാൻ. പിന്നെ നമ്മുടെ ഇപ്പോൾ ടീച്ചേഴ്സ് നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നതല്ല, സ്റ്റുഡൻറ്റും ചെറിയൊരു എഫേർട്ടൊക്കെ ഇടേണ്ടി വരുമല്ലോ. അത് എൻ്റെ ഭാഗത്ത് എന്നെപ്പോലത്തെ ഒരുപാട് സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നിന്ന് മോശം ഉണ്ടാവാം, സ്വാഭാവികം. പക്ഷേ ആ ഒരു സമയത്ത് അവരെ ഒന്ന് ഗൈഡ് ചെയ്ത് ഒരു സ്നേഹത്തോടെ, എല്ലാവരും ഇപ്പോൾ ഒരുപോലെ ഗൈഡ് ചെയ്യൽ നടക്കില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് ഓരോരുത്തർ പൾസ് ഉണ്ടാവുമല്ലോ, പൾസ് നോക്കുക. അറ്റ്ലീസ്റ്റ് നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സിനെങ്കിലും മാത്രം പറ്റും. എല്ലാ ക്ലാസ്സിലും പോയിട്ട് ഇപ്പം എല്ലാ സ്റ്റുഡൻസിനും അതുപോലെ ആക്കാൻ പറ്റില്ല. പക്ഷേ എന്നാലും നമ്മളെ മനസ്സിൽ അതൊരു കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു സംഭവം ഫോളോ ചെയ്യാൻ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇത് പറ്റുമെന്നാണ്. അതുകൊണ്ട് ഇപ്പോൾ ദിശ നേരത്തെ പറഞ്ഞ ടീച്ചർ പേരെന്തായിരുന്നു പറഞ്ഞത്, മേരി ടീച്ചർ പോലെ. അപ്പോൾ അതുപോലെ എല്ലാവരും ആയില്ലെങ്കിലും ഒരു വലിയൊരു ശതമാനം ടീച്ചേഴ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു തലമുറ നമുക്ക് ഭാവിയിൽ ഉണ്ടാകുന്നതാണ് അല്ലേ. ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഒരു മറ്റുള്ള പ്രൊഫഷൻ പോലെയല്ല, അതൊരു നോബൽ പ്രൊഫഷനാണ്. അപ്പോൾ ആ ഒരു ടീച്ചർ വിചാരിച്ചാൽ ഒരു കുട്ടിയെ എത്രത്തോളം മാറ്റം വരുത്താൻ പറ്റും എന്ന് നമുക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും ഒരു കുട്ടിയുടെ ജീവിതത്തിൽ. ഇപ്പം എൻ്റെ അമ്മ ഒരു ടീച്ചറാണ്. അപ്പോൾ അമ്മ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ഞാനും കാണാറുണ്ട്. അപ്പോൾ എനിക്ക് അത് ഭയങ്കര ബഹുമാനം തോന്നുന്നൊരു പ്രൊഫഷനാണ് ഈ ടീച്ചിങ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ പല സ്റ്റുഡൻസും ഒരുപാട് വലിയ പ്രൊഫഷനിൽ എത്തിക്കഴിഞ്ഞാലും പഴയ ടീച്ചേഴ്സിനെ കാണുമ്പോൾ അവരുടെ മനസ്സിൽ അല്ലേ അവരെ സ്വാധീനിച്ചു. അതെ അതെ. അതിപ്പോൾ ഞാനും അമ്മയും കൂടി പുറത്ത് പോകുമ്പോൾ എവിടെ പോയാലും 1-2 സ്റ്റുഡൻസിന് എന്തായാലും കാണും. അപ്പോൾ അവർ ആ ടീച്ചറെ കാണുന്ന രീതിയും ആ റെസ്പെക്റ്റ് ഒക്കെ കാണുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പണ്ട് പഠിപ്പിച്ച ടീച്ചർ നിന്റെ ഇടയ്ക്ക് എൻ്റെ അമ്മേനൊന്നും തള്ളുന്നുണ്ടാ, സംശയമില്ലായിരിക്കില്ല. നല്ലത്. എനിക്ക് അങ്ങനെ അനുഭവമുണ്ട്. ടീച്ചറെ കൂട്ടിയിട്ട് ഞാൻ, അതായത് എൻ്റെ അമ്മേനെ കൂട്ടി ദുബായിൽ നമ്മൾ ഗോൾഡ് സൂക്ക് പോയ സമയത്ത് ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ട് ഭയങ്കര റെസ്പെക്ട്ഫുള്ളി ആയിട്ട് സംസാരിച്ചത് അല്ലേ. അല്ല അതൊന്നും അല്ലാതെ എല്ലാ ടീച്ചേഴ്സിനോടും എല്ലാ സ്റ്റുഡൻസും തോന്നുന്നതാണെന്ന് ചിലത് നമുക്ക് കാണുമ്പോൾ അത് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ആയിരിക്കട്ടെ എൻ്റെ അമ്മയും എന്ന് ഞാനും ആഗ്രഹിക്കുന്നു പല സ്റ്റുഡൻസിനും. ഇപ്പം നമ്മളല്ലല്ലോ അത് പറയേണ്ടത്, പല സ്റ്റുഡൻസിനും അങ്ങനെ ആയി തീരട്ടെ. അതുപോലെ എല്ലാ ടീച്ചേഴ്സും ഇതുപോലെ ആ ഒരു രീതിയിൽ ചിന്തിച്ച് പാഠവിഷയങ്ങൾ മാത്രം പഠിപ്പിച്ച് മാർക്ക് കൂടുതൽ കിട്ടണം എന്നുള്ള ചിന്തയിലുപരി അല്ലേ, ആ ഒരു കാര്യത്തിലുപരി അവരുടെ ജീവിതത്തിൽ യൂസ്ഫുൾ ആവുന്ന ടിപ്സുകൾ അല്ലേ, ഓവറോൾ ഡെവലപ്മെന്റ് ആണ് ആ രീതിയിൽ. അല്ലാണ്ട് എൻ്റെ സബ്ജക്റ്റ് വളരെ നല്ല മാർക്ക് ഉണ്ടായിരിക്കും. അപ്പം ഞങ്ങളെ മക്കളെ തന്നെ ഞങ്ങൾ മാർക്ക് കുറഞ്ഞതിന് ഇന്ന് വരെ ചീത്ത പറഞ്ഞിട്ടില്ല. ഞാനെപ്പോഴും പറയുന്നത് മാർക്കല്ല എൻ്റെ വിഷയം. എന്നെ പേഴ്സണലി ഞാൻ എപ്പോഴും നോക്കുന്നത് ഒരു പേഴ്സണൽ ഡെവലപ്മെൻ്റ് ആണ്. അതായത് നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന രീതി, ഒരു മാനേഴ്സ്, ഒരാളോട് ബഹുമാനം കാണിക്കുക, അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതെന്നാലും കുട്ടികളെ ഏത് രീതിയിൽ അത് ഉൾക്കൊള്ളുന്നത് നമുക്കറിയില്ല. ഞാനതിനാണ് ശ്രമിക്കുന്നത്. കാരണം പഠന വിഷയത്തിൽ ചിലപ്പം 5-10 മാർക്ക് കുറഞ്ഞാലൊന്നും ഞാൻ വലിയ വിഷയമാക്കലില്ല. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഫോളോ അപ്പും കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എഫേർട്ട് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ വെറും മാർക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കുട്ടികളെ ഫോളോ ചെയ്യുന്ന ചില പേരൻസും ഉണ്ട്. അതും പാടില്ല. അവരെ ബാക്കിയുള്ള എല്ലാ ഘടകങ്ങളും കൂടി ചേർത്തിട്ടാണ് അവരുടെ നല്ലൊരാളാക്കി എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. പിന്നെ അതേപോലെ തന്നെ ഇപ്പം നമ്മളിപ്പം ഒരു ടീച്ചേഴ്സിൻ്റെ ഒരുപാട് നല്ല വശങ്ങൾ ആണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. മോശം വശങ്ങളുണ്ട്. മോശം വശങ്ങളെന്ന് വെച്ചാൽ ഇപ്പം ദിശയെ സംബന്ധിച്ചാണ് കൂടുതൽ. ഞാനന്നേ പിന്നെ അതും നല്ലതും ശ്രദ്ധിച്ചില്ല, ചീത്തയും ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും അതിൽ കുറവാണ്. ഞാനൊരു ഏവറേജ് ഇങ്ങനെ പോയതാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ളൂ. അപ്പോൾ ദിശയുടെ ഒരു എക്സ്പീരിയൻസ് ദിശയോട് പലതും മുമ്പേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കല്യാണം കഴിഞ്ഞ ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ആ സമയത്ത് എനിക്കും ഫീൽ ചെയ്ത ചില സംഭവം ഉണ്ടായിരുന്നു. ഒരു കുട്ടി ഇത്രത്തോളമൊക്കെ സ്വാധീനിക്കുന്നുണ്ടോ ചില ഒരു വാക്കായിരിക്കും ഒരു പക്ഷേ. ഇപ്പോൾ ദിശ ചെറുപ്പത്തിലെ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ് പഠിക്കുന്ന അത്യാവശ്യം ഹൈറ്റുള്ളൊരു കുട്ടിയായിരുന്നു. ആ ഒരു കഥ ഒന്ന് ഷെയർ ചെയ്തത്. അതെ, എനിക്ക് ആ സമയത്ത് തന്നെ നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. വെച്ചാൽ ആ സ്കൂളിൽ വെച്ചിട്ട് ഏറ്റവും ഹൈറ്റ് ഉള്ള കുട്ടി ഞാനാണ്. അങ്ങനെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും എന്നെ കാണുമ്പോൾ തന്നെ ഒന്ന് നോക്കും, ഇത് ഒരു 5 വർഷം ഫെയിലായിട്ട് പിന്നെ പഠിക്കാൻ വന്നപ്പോൾ തന്നെ എല്ലാവരും
അതാണ് ആദ്യം ചിന്തിക്കുന്നത്. എന്നോട് ചോദിക്കും ചെയ്തിട്ടുണ്ട്, ഫെയിലായിട്ടാണ്, തോറ്റ് തൊപ്പിയിട്ട് കുത്തിരിക്കുന്നതാണോ, അങ്ങനെയൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ സമയത്ത് ഇപ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്, പക്ഷെ ആ സമയത്ത് തന്നെ ഭയങ്കര മാനസികമായിട്ട് ബാധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ ടീച്ചേഴ്സും ക്ലാസ്സിൽ വരുമ്പോൾ ആദ്യം തന്നെ ഒന്ന് ഇങ്ങനെ അടിമുടി നോക്കുമ്പോൾ ഇത് ഒരു എന്താ പറയുക വിയേർഡായിട്ട് ഉള്ള ഒരു ഇതാണ്. അപ്പോൾ പലരും ഇപ്പം കുട്ടികളെ മുമ്പിൽ വെച്ച് തന്നെ എന്താ ക്രെയിൻ എന്നൊക്കെ വിളിച്ച്, ക്രെയിൻ എന്ന് വെച്ചാൽ കൊച്ച എന്നുള്ളതിൽ മെലിഞ്ഞിട്ടാണ്, നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ച് ആൻസർ പറയാൻ വേണ്ടി ഇങ്ങനെ എണീച്ച് നിൽക്കുമ്പോൾ തന്നെ ടീച്ചർ മുഖത്ത് നോക്കി തന്നെ എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ പറയും, ഇത് ഒരു ക്രെയിൻ ആണ്, ക്രെയിനിൽ നിന്ന് നമുക്ക് പേരിടാല്ലേ ഇവളെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ എല്ലാ കുട്ടികളും ചിരിക്കും. അപ്പോൾ ഓൾറെഡി ഞാൻ കുറച്ച് ഷൈ ഇൻട്രോവേർട്ടഡ് ആയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കമൻസ് ഒക്കെ നമുക്ക് തീരെ മുമ്പിലോട്ട് വരാൻ പറ്റാത്ത സ്ഥിതി വരും. പിന്നെ ചില ടീച്ചേഴ്സ് കെട്ടിക്കാൻ പ്രായമായല്ലോ, പിന്നെയും എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത്, ഇങ്ങോട്ടേക്ക് കെട്ടിയെടുക്കുന്നത് എന്തിനാ, അങ്ങനെയൊക്കെ പറയും. ഉത്തരം പറഞ്ഞിട്ടില്ല. ഉത്തരം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എല്ലാത്തിനും ഉത്തരം പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം കാണുമ്പോൾ തന്നെ ഇപ്പോൾ ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ നമ്മളെ ഒരു അങ്ങനെ കാണുമ്പോൾ ഒരു ഒന്നിനും കൊള്ളാത്ത വീട്ടിൽ സ്കൂളിലേക്ക് വരുന്ന ആ ഒരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞാലും അതൊരു കുറ്റമായിട്ടാണ്, ഒരു പോസിറ്റീവായിട്ട് എടുക്കില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഇംപ്രഷൻ അല്ല, ഞാൻ ആലോചിക്കുന്നത് ഒരു ടീച്ചറെ മോളായിട്ടാണ് നിനക്ക് ഇത്രത്തോളം ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ള പല ആൾക്കാരുടെയും സ്ഥിതി എന്തായാലും. അതെ, എൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ എൻ്റെ അമ്മ ഞാൻ പഠിച്ച സ്കൂളിന് അടുത്തുള്ള സ്കൂളിലെ ടീച്ചറായിരുന്നു. അപ്പോൾ പല ടീച്ചേഴ്സും എൻ്റെ അമ്മക്ക് അറിയുന്നത് അവർ നല്ല അമ്മയോടുള്ള വെറുപ്പ് കാരണം അങ്ങനെയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചിലത് ഇപ്പോൾ ഒരു സെയിം സബ്ജക്ട് ഡീൽ ചെയ്യുന്ന ടീച്ചേഴ്സ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് എന്നെ ബാധിച്ചിട്ടുണ്ട്. അത് ഞാൻ പിന്നെ എടുത്ത് പറയുന്നില്ല, അങ്ങനെ ചില അനുഭവങ്ങളുണ്ട് എനിക്ക്. അപ്പോൾ ഒരു ഇപ്പം ആദ്യം ഞാൻ പറഞ്ഞത് ഇപ്പോൾ എന്തിനാ ഇങ്ങോട്ടേക്ക് കെട്ടിക്കാൻ പ്രായമായല്ലോ എന്നൊക്കെ പറഞ്ഞ ഒരു സാറാണത് പറഞ്ഞത്. അപ്പോൾ ആ സാറ് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ വരുന്നത്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സബ്ജക്റ്റ് ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഇപ്പം നമ്മൾ ടീച്ചർ ഇല്ലാത്ത സമയത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരുമല്ലോ ടീച്ചേഴ്സ്. അപ്പോൾ വരുമ്പോൾ കുട്ടികളെ വെറുതെ ഇരുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചില ക്വസ്റ്റ്യൻസ്, ജനറൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചതാണ്. അപ്പോൾ ഞാൻ എണീച്ച് നിന്നു, എനിക്കറിയില്ലായിരുന്നു. കുട്ടികളും എല്ലാ കുട്ടികളും എണീച്ച് നിന്നു. അപ്പോൾ ഞാനെപ്പോഴും ബാക്ക് ബെഞ്ചിലേക്ക് അവസാനമാണല്ലോ എത്തുക. അപ്പോൾ ഞാനും എണീച്ച് നിന്നു. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോഴാണ് ഈ കമൻറ്റ്, കെട്ടിക്കാൻ പ്രായമായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ സാറിന് ഹൈറ്റ് വളരെ കുറവാണ്. അപ്പൊ ഞാൻ എണീച്ച് ചെന്നപ്പോ സാറിനേക്കാണ് ഹൈറ്റ് ഉണ്ട്. ഞാൻ 6th പഠിക്കുന്നത്. അതെ, അത് ഒച്ചത്തിലാണ് പറയുന്നത്. അപ്പൊ എല്ലാരും പരിഹസിച്ച് ചിരിച്ചു. അല്ല, അപ്പം അതുകൊണ്ടുള്ളൊരു പ്രശ്നം എന്താണെന്നറിയോ ദിശ, അന്ന് ഹൈറ്റ് എങ്ങനെയെങ്കിലും ഒരു ശാപമായ ഒരു സംഭവമായിട്ടാണ് ഹൈറ്റിനെ കണ്ടത്. പിന്നെ എത്രത്തോളം പ്ലസ്സാണ് ഈ ഹൈറ്റ് ഒരു പെൺകുട്ടിയോ ഒരു ആൺകുട്ടിയാണെങ്കിൽ എത്രത്തോളം ഫ്യൂച്ചറിലേക്ക് അത് നമുക്ക് ഗുണം ചെയ്യുന്നുണ്ടെന്നത് ഓള് വലുതായതിനു ശേഷമാണ് അല്ലേ. അത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഈ ഹൈറ്റിൻ്റെ നമ്മളൊരു ഡ്രസ്സ് ചെയ്യുമ്പോഴും എല്ലാത്തിനും ഹൈറ്റിൻ്റെ എന്ന് വെച്ചാൽ ഹൈറ്റ് ഇല്ലാത്തവർ മോശം എന്നല്ല പറയുന്നത്. അപ്പം എന്നിലുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ഞാൻ ഇത്രയും വർഷങ്ങൾ ഞാനൊരു നെഗറ്റീവായിട്ടാണ് എടുത്തത്. അപ്പം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ നമുക്ക് മടിയായിരിക്കും. നമ്മളിങ്ങനെ കുനിഞ്ഞൊടിഞ്ഞ് ആയിരിക്കും നിൽക്കാൻ, നമുക്ക് കോൺഫിഡൻസ് തീരെ ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ ആദ്യം ഞാൻ ചെറുപ്പം മുതലേ എന്നിലൊരു നെഗറ്റീവായിട്ട് എല്ലാവരും ആരോപിച്ചത് ഈ ഹൈറ്റാണ്. അപ്പോൾ നമ്മൾ എവിടെ പോകുമ്പോഴും എനിക്ക് ആരെങ്കിലും ഹൈറ്റുള്ള ആരെങ്കിലും കണ്ടാൽ ഞാൻ അവരുടെ കൂടെ നിൽക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ മനസ്സിലാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അല്ല, ഇതൊക്കെ ദിശേനെ പോലത്തെ സ്റ്റുഡൻ്റാണ് പ്രശ്നം. അപ്പോൾ എനിക്കൊക്കെ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്നും അതൊന്നും വലിയ തലക്ക് കൊടുക്കൂല, വെച്ചിട്ട് വിടുന്ന ആൾക്കാരാണ്. ദിശേനെ പോലത്തെ ഒരു ഇൻട്രോവേർട്ടായ ഒരു കുട്ടിയെ അത് എത്രത്തോളം ബാധിച്ചു എന്നുള്ളതാണ് ഇവിടെ ഞങ്ങൾ സംസാരിക്കുന്നത്. എല്ലാ സ്റ്റുഡൻസിനും അങ്ങനെ പ്രശ്നം ഉണ്ടാവണമെന്നില്ല. അവരൊരു ചെവിട് കൊടുക്കട്ടെ. കുട്ടികളെല്ലാം അങ്ങനെയാണ്. പക്ഷെ എന്നെ അത് നല്ലോണം ബാധിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതിനെ ഈ കാര്യത്തെ ഞാൻ ഡീൽ ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ, പിന്നെ ഈ പറഞ്ഞ സാറ് പിന്നെ ഞങ്ങൾക്ക് സോഷ്യൽ സ്റ്റഡീസും ഇംഗ്ലീഷും എടുക്കാനാണ്, 2 മേജർ സബ്ജക്റ്റ് എടുക്കാനാണ് പിന്നെ നെക്സ്റ്റ് വീക്ക് തൊട്ട് തുടങ്ങിയത്. അപ്പോൾ പുതിയ സാറാണ് വന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും സാറിൻ്റെ ക്ലാസ്സിൽ ഇരിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം വെച്ചാൽ ആദ്യമായിട്ട് എന്നെ ഒരു ഇൻസൾട്ട് ചെയ്ത രീതിയിലാണല്ലോ സാറ് വന്നത്. അപ്പോൾ അതിനുശേഷം ഈ 2 സബ്ജക്റ്റ് സാറ് എടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ ആ സബ്ജക്റ്റ് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പഠിക്കുക, എന്നിട്ട് അതിൽ അവരെ പിന്നൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ഫുൾ മാർക്ക് വാങ്ങിക്കുക. അതായിരുന്നു പിന്നെ എൻ്റെ ലക്ഷ്യം. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് സാധാരണ. അപ്പോൾ ഇംഗ്ലീഷിലും സയൻസും ഞാൻ ഒന്നുകൂടി ശ്രദ്ധിച്ച് പഠിച്ചു. അപ്പോൾ ആ സാറ് എവിടെ എനിക്ക് ഏതൊക്കെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടോ അതിലൊക്കെ ഞാൻ ഫുൾ മാർക്ക് വാങ്ങും. അപ്പോൾ എനിക്ക് വേറെ ചെയ്യാൻ വേറൊരു പോയിന്റ് എനിക്ക് വേറൊരു പ്ലസ് ഒരു ക്വാളിറ്റീസ് അല്ലേ എന്താ പറയാ, ടാലൻസ് നമ്മളിപ്പോ ടാലന്റ് പാട്ട് പാടാൻ എനിക്കറിയില്ല, ഡാൻസ് കളിക്കാൻ എനിക്കറിയില്ല. ഡാൻസിന്റെ കഥയുണ്ട്, ഭയങ്കര കഥയുണ്ട് ഡാൻസ്. പിന്നെ അതുപോലെ തന്നെ അങ്ങനത്തെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. അപ്പോൾ പിന്നെ പഠനമാണ് എൻ്റെ വിഷയം. അപ്പോൾ പഠിക്കണം മാക്സിമം എല്ലാവരുടെ സബ്ജക്റ്റും എന്നുള്ള ഒരു അതിനും ഞാൻ കൊള്ളൂലെങ്കിൽ ഞാൻ ബിഗ് 0 ആയി പോകുന്നുള്ളൊരു ടെൻഷനോട് അന്ന് മുതലേ പഠിക്കുമായിരുന്നു നന്നായിട്ട്.
അല്ലേ? അപ്പോൾ ഈ സാറ് എൻ്റെ സബ്ജക്റ്റിൽ എനിക്ക് ഫുൾ മാർക്കാണ്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ എനിക്കൊരു സംതൃപ്തി ഉണ്ട്. അല്ല, ചിലപ്പോൾ മാഷത് തമാശയെ ആ പറഞ്ഞതായിരിക്കാം, ഒരു ഫ്രഷ് മൈൻഡ്. പക്ഷെ അത് നീ ഇത്രത്തോളം അത് നിനക്ക് ഹേർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്നില്ല. ആ മാഷ നിന്നെ പിന്നെ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് കുട്ടികളൊക്കെ ആയതിനു ശേഷം ഞാൻ ആയുർവേദം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഒരു പ്രാവശ്യം ടൗണിൽ വെച്ച് കണ്ടു. ഉപ്പളയിൽ വെച്ച് കണ്ടു. അപ്പോൾ സാറിൻ്റെ കൂടെ വേറെ 2 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവരെ പരിചയമില്ല, അവർ ഇപ്പോൾ പുതിയ വന്ന ടീച്ചേഴ്സ് ആയിരിക്കാം. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി വിഷ് ചെയ്തു, സംസാരിച്ചു. അപ്പോൾ സാറ് എൻ്റെ മുമ്പിൽ വെച്ച് അവരോട് പറയാം, ഇത് ഞങ്ങളൊരു നല്ലൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു പണ്ട്, അന്നേ ഞങ്ങൾക്ക് അറിയായിരുന്നു ഇവള് നല്ല എത്തും എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട്, അത് എനിക്കിപ്പോൾ പറയാൻ എനിക്ക് ഒരു എന്തോ ചമ്മലാണ്. അപ്പോൾ എന്നെക്കുറിച്ച് കുറേ ഞാൻ പോലും അറിയാത്ത കുറേ നല്ല കാര്യങ്ങൾ അവരോട് ഇങ്ങനെ പറയാം അഭിമാനത്തോടെ. എൻ്റെ സ്റ്റുഡൻറ്റ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ അഭിമാനത്തോടെ ഒരു അരമണിക്കൂർ എന്നെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പം ഞാൻ വിചാരിക്കുക, ഈ സാറായിരുന്നില്ലേ പണ്ട് എന്നെക്കുറിച്ചിട്ട് മോശമായിട്ട് പറഞ്ഞത്? അപ്പോൾ അതേ സാറ്. അപ്പം ഞാൻ അത്രക്കും എൻ്റെ പൊട്ടത്തരം വിവരമില്ലായ്മ കൊണ്ട് ഞാൻ ഒരുപാട് വിഷമിച്ചു. അത് സാറിന് കുറ്റമായിട്ട് പറയുന്നതല്ല. അതെ. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ആ വിഷമം മൊത്തം ഈ സാറ് ഇത്രയും പറഞ്ഞപ്പോൾ എല്ലാം പോയി. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ദൈവമായിട്ട് ഈ സാറിനെ എന്നെ ആ സിറ്റുവേഷനിൽ എത്തിച്ച് എൻ്റെ മനസ്സിലെ വിഷമം മാറ്റാൻ വേണ്ടി ദൈവം ക്രിയേറ്റ് ചെയ്തൊരു ഡ്രാമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അല്ല, പിന്നെ ചില ടീച്ചേഴ്സിനോട് നമ്മൾ ചില പഴയ കഥകളൊക്കെ പറയും. ടീച്ചേഴ്സ് പല സ്റ്റുഡൻസിനെ കാണുന്നില്ല, മാറി വരുന്നത്. അവരൊന്നും അതൊന്നും ആലോചിക്കുകയോ ഓർമ്മിച്ചിട്ടൊന്നും പറയുന്നതല്ല. അവരൊക്കെ അന്നേരം ജസ്റ്റ് അതൊക്കെ നമ്മളെ ഇത്രയും ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഇത്രയും സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു അറിയുമ്പോൾ ടീച്ചേഴ്സിന് ഭയങ്കര വിഷമം. അതിപ്പോ ഞാനിപ്പോ എന്റെ ഭാഗത്തുനിന്നും പലർക്കും ആ രീതിയിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ അത് ഞാനത് മറന്നിട്ടുണ്ടാവാം. പക്ഷെ അത് അനുഭവിച്ചവർ ഒരിക്കലും മറക്കില്ല. അല്ലെ, നമ്മൾ ടീച്ചേഴ്സിന് നല്ല വശങ്ങൾ പറഞ്ഞു. കാരണം ടീച്ചേഴ്സ് ഒരു സ്റ്റുഡൻസിന് ഒന്നും പ്രതീക്ഷിക്കാതെയാണ് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ചെയ്യുന്നത്. അപ്പോൾ നല്ലത് രീതിയിൽ നമുക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ട് ടീച്ചേഴ്സ് അറിഞ്ഞിരിക്കണം എന്നൊരു കാര്യം കൂടെ, അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്തത്. രണ്ടാമത്തെ കാര്യം വെച്ചാൽ അറിയാതെ ചില കാര്യങ്ങൾ കുട്ടികളെ സ്വാധീനിച്ചിട്ട് അവരെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്, അവരുടെ പല ഡെവലപ്മെൻറ്റ്സിനെ അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ടീച്ചേഴ്സ് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകാൻ എന്ന രീതിയിലും കൂടിയാണ് നമ്മളിതൊക്കെ പറയുന്നത്. അത് വലിയൊരു ആനകാര്യമൊന്നുമല്ല ഞങ്ങൾ പറയുന്നത്. അപ്പം നമ്മളെ അനുഭവത്തിലുണ്ടായ ചെറിയ കുഞ്ഞു അപ്പോൾ നിങ്ങളൊക്കെ ആ സെൻസിൽ എടുത്തിട്ട് കമൻ്റ് ഇടാവൂ, നിങ്ങൾ ഇത് മനസ്സിലാക്കാവൂ. ഇന്ന് സെക്സ് എഡ്യൂക്കേഷൻ, മെൻസ്ട്രൽ ഹൈജീൻ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് പല പല ക്ലാസ്സുകളൊക്കെ സ്കൂളിൽ തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അന്ന് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ ടെക്സ്റ്റ് ബുക്കിലെ ടോപ്പിക്സ് പഠിപ്പിക്കുക, അത് ബൈ ഹാർട്ട് പഠിക്കുക, എക്സാം എഴുതുക എന്നുള്ള അതിന് മാറ്റി നിർത്തിയ വേറെ ഒരു നമ്മളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യവും നമ്മൾ അന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിൽ നിന്നും നമുക്ക് അങ്ങനെ വേണ്ട രീതിയിലുള്ള എഡ്യൂക്കേഷനൊന്നും അതിനൊന്നും കിട്ടിയിരുന്നില്ല. അപ്പം ഞാനൊക്കെ 5th പഠിക്കുമ്പോൾ ആദ്യമായിട്ട് പീരീഡ്സ് ആയ ആളാണ്, വെച്ചാൽ മെനാർക്കി വന്ന ഒരാളാണ്. അപ്പം അതിൻ്റെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, അത് വേണമെങ്കിൽ അടുത്ത ഇതായിട്ട് പറയാം. അപ്പോൾ ഇത് എൻ്റെ ഒരു ഫ്രണ്ടിനുണ്ടായ അനുഭവമാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് എപ്പോഴും പോകുന്നത്. ഞങ്ങൾ ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ആ കുട്ടിക്ക് 8th വെച്ചിട്ടാണ് ഇങ്ങനെ ആയത്. അപ്പോൾ അവൾക്ക് ഇത് ഇങ്ങനെ പറയണം, എന്താണ് ചെയ്യേണ്ടത് ഒന്നും അറിയില്ല. അപ്പോൾ അവൾ എന്നോട് വന്ന് ഇങ്ങനെ പറയണം. അപ്പോൾ പറയാൻ അറിയില്ല, അവൾ എന്നെ ജസ്റ്റ് കാണിച്ചു തന്നു. അപ്പോൾ ഡ്രസ്സിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 8th പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഞാൻ ആയതുകൊണ്ട് എനിക്ക് ഒരു അറിയാം. അതെ. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവളെ പെട്ടെന്ന് വിളിച്ചിട്ട് വന്നിട്ട്, അപ്പം ഞങ്ങളുടെ ഗവൺമെന്റ് സ്കൂളാണ്, ടോയ്ലറ്റിൽ വെള്ളമില്ല, ടോയ്ലറ്റൊന്നും ഇല്ല, ഒരു മറയാണ്, ഒരു മേലെ ഇതൊന്നും ഇല്ലാതെ ഒരു ജസ്റ്റ് ഒരു വോള് പോലത്തെ ഒരു സംഭവമേ ഉള്ളൂ. അപ്പോൾ അവിടെ പോയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടീച്ചേഴ്സിനോട് പറയാന്ന് വെച്ചാൽ ടീച്ചേഴ്സും ഇങ്ങനെ അതല്ല. അപ്പോൾ ഞങ്ങളെ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു ടീച്ചറെ വീട്ടുണ്ട്, ഒട്ട് പുറകിൽ. അപ്പോൾ എനിക്ക് തോന്നി ആ ടീച്ചറെ വീട്ടിൽ പോയാൽ നമ്മൾ ഹെൽപ്പ് ചെയ്യും, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ, ടോയ്ലറ്റൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് വെച്ചാൽ ഞാൻ അവളെയും കൂട്ടിയിട്ട് ഇൻ്റർവെൽസ് ടൈമാണ് ടീച്ചറെ വീട്ടിൽ പോയി. അപ്പോൾ ലഞ്ച് ബ്രേക്കാണ്. അപ്പോൾ ടീച്ചർ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ടീച്ചറോട് ഇങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ ടീച്ചർ നമ്മളെന്തോ ഒരു കുറ്റം ചെയ്ത രീതിയിൽ, അതിന് ഓടി ഇങ്ങോട്ട് വരുന്നത് എന്തിനാ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് ഷൗട്ട് ചെയ്ത്. അപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. ഇത് അവളാണെങ്കിൽ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയാണ്, ഡ്രസ്സിലൊക്കെ ഇങ്ങനെ ബ്ലഡൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വന്നു, എന്താ ചെയ്യാന്നറിയില്ല. അപ്പോൾ ഞാൻ എന്നിട്ട് മാമിനോട് പറഞ്ഞു, പ്ലീസ് ഇങ്ങനൊരു സിറ്റുവേഷനാണ്, ഞങ്ങൾ എന്താ ചെയ്യുക, അപ്പോൾ ജസ്റ്റ് ഒരു തുണിയെങ്കിൽ തന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഈ അവസ്ഥ കണ്ടിട്ട് ഒരു തുണി തന്നു ഞങ്ങൾക്ക്. എന്നിട്ട് പറഞ്ഞു പുറത്ത് ടോയ്ലറ്റ് ഉണ്ട്, പോയിക്കോന്ന് പറഞ്ഞു.
നിങ്ങളെ പോലത്തെ ഒരുപാട് സ്റ്റുഡൻസ് ദിവസം പോകുന്നുണ്ടാവും ഒരു തുണിക്കട നടത്തേണ്ടിയില്ലോ അവിടെ എങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. എന്നിട്ട് ഞാൻ പിന്നെ അവളെ സമാധാനിപ്പിച്ചു, നമ്മൾ വാഷ് ചെയ്തു, നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ക്ലാസ്സിൽ പാഡ് സൂക്ഷിക്കുന്ന അങ്ങനത്തെ ഒക്കെ സിസ്റ്റം ഒക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. പക്ഷെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഗേൾസ് പഠിക്കുന്ന ഒരു സ്കൂളിൽ ആ ഒരു ടീച്ചേഴ്സ് നമ്മളെ ഡീൽ ചെയ്യുന്ന രീതി, നമുക്ക് എത്രത്തോളം മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത്. ഞങ്ങൾക്ക് അന്ന് ഒരു ഫോണില്ല. ഇപ്പോഴാണെങ്കിൽ വേണമെങ്കിൽ ഫോൺ ചെയ്ത് നമുക്ക് പാരൻസിനോട് പറഞ്ഞ് വരാൻ പറയാം, പിക്ക് ചെയ്യാൻ വരാൻ പറയാം. അന്ന് നമുക്ക് ലാൻഡ് ഫോൺ ഓഫീസ് റൂമിലാണ് ഉണ്ടാവുക, നമുക്ക് അവിടെ പോയിട്ട് പറയാനോ. വീട്ടിൽ വിളിച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ഫോൺ, ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു ലാൻഡ് ഫോൺ, പക്ഷെ പല വീടുകളിലും ഉണ്ടാവില്ല. ആ ഒരു സമയമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ നമ്മളുടെ മനസ്സിൽ തോന്നി, ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നുകയെന്ന് വെച്ചാൽ നമ്മൾ എന്തോ കുറ്റം, വലിയൊരു അപരാധം ചെയ്തു. അപ്പം ഞങ്ങൾ തന്നെ അതിനുള്ള പ്രോബ്ലം സോൾവിങ് നമ്മൾ തന്നെ കണ്ടെത്തണം, ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരില്ല. അങ്ങനെയൊക്കെയാണ് എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുള്ളത്. ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നാണ് എന്ന് പറയുമ്പോൾ വിഷമം കൂടും. എന്ന് വെച്ചാൽ ഒരു ഗേൾസ് മാത്രം പഠിക്കുന്ന സ്കൂളാണ്. അപ്പൊ അവിടെ ഇങ്ങനത്തെ പ്രോബ്ലംസ് ടീച്ചേഴ്സ് അറിയണ്ടേ? അവരും ഇതേ രീതിയിൽ വളർന്നു വന്ന ആൾക്കാർ. ഇപ്പൊ എല്ലാവരുടെയും ഇൻട്രസ്റ്റ് ഒന്നും ആയിരിക്കില്ല. ചിലർക്ക് പഠിത്തത്തിലായിരിക്കും, ചിലർക്ക് മറ്റുള്ള പല കാര്യത്തിലായിരിക്കും. പിന്നെ പല ടീച്ചേഴ്സും പറയുന്ന ഒരു കാര്യമാണ്, എക്സാമിന് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ബാക്കി എല്ലാത്തിനും നല്ല, ഇപ്പൊ സ്പോർട്സിൽ എക്സാമ്പിളായിട്ട് ഇപ്പൊ സ്പോർട്സിൽ നല്ല കഴിവുള്ള കുട്ടികളുണ്ടാവും, അവര് പഠിത്തത്തിൽ മാർക്ക് വാങ്ങാനൊക്കെ കുറച്ച് പുറകോട്ടായിരിക്കും. പക്ഷെ അത് ഈ കുട്ടിയുടെ ഒരു പോരാ. ഇപ്പൊ എന്റെ ഹൈറ്റിനെ കൊണ്ട് പറഞ്ഞതുപോലെ ഈ കുട്ടിയുടെ ഒരു വളരെ വലിയൊരു കഴിവാണ് ഈ ഓട്ടം, സ്പോർട്സിലുള്ള കഴിവ്. പക്ഷെ അതിന് ഈ കുട്ടിയുടെ മാനസികമായിട്ട് തന്നെ ഒരു പോരായ്മയായിട്ട് ഈ ടീച്ചേഴ്സ് പറഞ്ഞ് വരുത്തും. ഒരു വസ്തു പഠിക്കുമല്ലോ, ഓടാനും ചാടാനും ഭയങ്കര ഇൻട്രസ്റ്റ് അങ്ങനെ പറഞ്ഞ. അപ്പൊ ഈ കുട്ടി എല്ലാരും അല്ല, എന്നാലും കൂടുതൽ ആൾക്കാരും എനിക്ക് തോന്നുന്നത് ആ ഒരു ഒറ്റ വാക്ക് തന്നെ കുട്ടികളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ വളരെ താഴും. പിന്നെ അവർക്ക് ഈ കഴിവിനെ അവർക്കൊരു മഹത്വം ഉള്ളതായിട്ട് കാണാൻ പറ്റില്ല. പിന്നെ അവര് നമ്മളൊന്നിനും കൊള്ളാത്തവനായി, അവരൊക്കെ നല്ലോണം പഠിക്കും, ഞാൻ എന്നെ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. അങ്ങനെ പലരും ഉണ്ടാവും അവരനുഭവമുള്ള. അല്ല, ഞാൻ പിന്നെ എന്നെ കുറിച്ച് പറയുമ്പോൾ പണ്ടൊക്കെ എനിക്ക് കലാപരമായിട്ടൊക്കെ അത്യാവശ്യം ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ ടീച്ചേഴ്സ് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം പേര് കൊടുക്കാനും പറയുമ്പോൾ നമുക്ക് ചിലപ്പം ചില സ്മാർട്ടായിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്, അവരെ പേരാണ് അവർ പെട്ടെന്ന് കൊടുത്ത് അവർ തന്നെ എല്ലാം അവർ തന്നെ ഉണ്ടാവുക. നമ്മൾ വെഹിക്കലുണ്ട്, നമ്മളതായിരിക്കും വേണ്ടാണ്ട് ഒരു മൂല കൂത്തിരിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ ഉള്ളിലും ചിലപ്പോൾ ആഗ്രഹങ്ങളുണ്ടായിരിക്കാം. പേര് കൊടുക്കാൻ പോലും നമ്മളുടെ കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവില്ല. ഇവനെ എന്ത് കാണിക്കാൻ ഒരു വസ്തു പഠിക്കുകയില്ല, ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിനുള്ളിലുണ്ട്. നല്ലോണം പഠിക്കുമെങ്കിൽ മാത്രമേ ഇതിനൊക്കെ പറ്റുള്ളൂ എന്നൊരു ഒരു ധാരണ നമ്മുടെ കുട്ടികളെല്ലാവരും മനസ്സിലുണ്ടാവും. പക്ഷെ അതൊക്കെ മാറ്റിയെടുത്തിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നത് ടീച്ചേഴ്സാണ്. പഠിത്തം ഈ എക്സാമിന് മാർക്ക് വാങ്ങുക എന്നുള്ളത് മാത്രമല്ല പഠിത്തം, ബാക്കിയുള്ളതല്ല. ഇപ്പൊ ജീവിതത്തിൽ നമ്മൾ ഇപ്പൊ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ പലരുമാണ് ഇപ്പൊ സിനിമയില് സൂപ്പർ സ്റ്റാറും സൂപ്പർ ഡയറക്ടേഴ്സും എല്ലാം ആയി നിൽക്കുന്നത്. അപ്പൊ അവര് ചെറുപ്പത്തിൽ ചിലപ്പോൾ നല്ല മാർക്ക് വാങ്ങിച്ചവരായിരിക്കാം, ചിലപ്പോൾ ഒന്നിനും കൊള്ളാത്ത എന്ന് പറഞ്ഞ് ടീച്ചേഴ്സ് പറഞ്ഞവരായിരിക്കാം. പക്ഷെ ഇപ്പോൾ അവരുടെ അവസ്ഥ നോക്ക്, എത്ര സക്സസ്ഫുള്ളി പോകുന്നുണ്ട്. അപ്പൊ ഈ എക്സാമിന് മാർക്ക് മേടിച്ചിട്ടുള്ള അത് മാത്രമല്ല കഴിവ്, ബാക്കിയുള്ള പലതും പല കുട്ടികളിലും പല കഴിവുണ്ടാവും. അത് നമ്മൾ തിരിച്ചറിയുക, അതിന് പ്രോത്സാഹനം കൊടുക്കുക, ആ ഒരു രീതിയിലായിരിക്കണം വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുപോകേണ്ടത്. ഇപ്പൊ നമ്മൾ എന്താണ്, ആ ടെക്സ്റ്റ് ബുക്കിലുള്ളത് പഠിച്ച് മാർക്ക് വാങ്ങുക, എല്ലാത്തിലും A+ വാങ്ങുക, അത് മാത്രമായി ചുരുങ്ങി പോകുന്നു. നമ്മളിപ്പോൾ നമ്മുടെ ജീവിതം കൊണ്ടൊരു സംഭവം പഠിച്ചിട്ടുണ്ടല്ലോ, അതാണ് ഞങ്ങളോട് പറയുന്നത്. കാരണം വെറും പഠിത്തം മാത്രമല്ല, വെറും പഠിച്ചിട്ട് എൻ്റെ കൂടെ ഏറ്റവും ടോപ്പ് പഠിത്തക്കാരനായാലും ഇപ്പം കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ മറ്റുള്ള എല്ലാ സ്റ്റുഡൻസിനെ വെച്ച് നോക്കുമ്പോൾ അവനായിരിക്കും ഏറ്റവും മോശം സാഹചര്യത്തിൽ ഇപ്പം ജീവിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട വെറും പഠിച്ചത് കൊണ്ട് മാത്രമല്ല കാര്യങ്ങൾ, മറ്റുള്ള ഘടകങ്ങളെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്ത് പോകുമ്പോഴാണ് ഒരാൾ നല്ലൊരു സാഹചര്യത്തിൽ എത്തിപ്പെടുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത് ആരും തെറ്റിദ്ധരിക്കരുത്, ഇവരൊക്കെ ഇതൊക്കെ പറയാൻ ഇവരാരാല ഇവരെ എവിടെ എത്തിയിട്ടുള്ള ആൾക്കാരാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ, നല്ലതും ദോഷവുമായിട്ടുള്ള കാര്യങ്ങൾ ടീച്ചേഴ്സ് പ്രൊഫഷനിലാണ് നമുക്ക് എടുത്ത് പറയാം. നമ്മൾ 10, 12, 15 കൊല്ലം നമ്മൾ പഠിച്ചതല്ല എല്ലാവരും. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള ചില നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ പറഞ്ഞാണ്. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റുഡൻസിനോ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് നമുക്ക് ഇതിൽ പിടികിട്ടും. അല്ലെങ്കിൽ ഈവൻ രക്ഷിതാക്കൾക്ക് പോലും കിട്ടാൻ വെറും പഠിത്തത്തിന് വേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് മക്കളെ പീഡിപ്പിക്കുന്ന രക്ഷിതാക്കളുണ്ട്. പഠനം മാത്രമല്ലല്ലോ വിഷയം, ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും കൊടുത്തു നമ്മളെ ലൈഫിൽ സക്സസ്ഫുൾ ആവുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹൈ പ്രൊഫഷൻ, ഒരു ഹൈ അതിൽ എത്തുക, ഒരുപാട് സാലറി വാങ്ങുക എന്ന് മാത്രമല്ല, നമ്മൾ സന്തോഷകരമായിട്ട് ജീവിക്കുന്നുണ്ടോ, നമ്മൾ ഹാപ്പിയാണോ ജീവിതത്തിൽ, അതാണ് നമ്മൾ ലൈഫിൽ സക്സസ്ഫുൾ എന്നുള്ള ഒരു തീരുമാനിക്കുന്നത്. അത് നമ്മളാണ് അറിയേണ്ടത്, നമ്മൾ സ്വയം, അല്ലാണ്ട് മറ്റുള്ളവർ നെയ്ബറോ നമ്മളെ റിലേറ്റീവ്സോ അല്ല. നമ്മൾ ഹാപ്പിയാണ് എന്ന് നമുക്ക് തോന്നിയാൽ അത് മതി, അതാണ് ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ട്. അല്ലാണ്ട് ഇത്രയും സാലറി വാങ്ങുന്നു, വലിയ വീടുണ്ട്, വലിയ വണ്ടിയുണ്ട്, അതാണ് ഇപ്പോൾ എല്ലാവരും സക്സസ്ഫുൾ ആയിട്ട് കാണുന്നത്. പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ സക്സസ്. അപ്പോൾ ഞങ്ങൾ അധികം വലിച്ചു കയറി നീട്ടുന്നില്ല. എല്ലാവർക്കും ഉണ്ടല്ലോ ഫേവറേറ്റ് ടീച്ചേഴ്സ് അല്ലേ? നമുക്കിത് പല ആൾക്കാരും ഇതൊരു പറഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പം അത് പറയാനുള്ള ഒരു വേദി ആയിക്കോട്ടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിന്നല്ലേ.
കാരണം ചില ടീച്ചേഴ്സുകൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ചില ആൾക്കറിയാം എനിക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ചെയ്യുന്ന യൂട്യൂബർ ആരാണെന്ന് പറയുമ്പോൾ ചില വീഡിയോസ് ഞാൻ നോക്കാറുണ്ട് എൻ്റെ പേര് ആരും കണ്ടു ആരും ഇതുവരെ ഇട്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതേപോലെ നമ്മളെ ടീച്ചേഴ്സ് എന്തായാലും നോക്കാൻ നമ്മൾ വീഡിയോ കാണുന്ന ടീച്ചേഴ്സെങ്കിലും നമുക്ക് നോക്കിയിട്ട് അവർ ഒരു സന്തോഷം ഉണ്ടാവട്ടെ അല്ലേ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ടീച്ചർ ആരാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സ് പറയണം. പിന്നെ നിങ്ങളുടെ അനുഭവങ്ങളും പറയണം. അനുഭവങ്ങളൊക്കെ പറയുമ്പോഴാണ് അങ്ങനത്തെ അനുഭവങ്ങളും വേറെ ടീച്ചേഴ്സ് കേൾക്കുമ്പോൾ അപ്പോൾ അവർ ഇൻ ഫ്യൂച്ചറിലേക്ക് അതുപോലത്തെ കുട്ടികൾക്ക് ഇതുപോലത്തെ ഒരു പ്രശ്നം വരുമ്പോൾ അവർ ഇതെപ്പോഴും ഓർമ്മിക്കുക. അപ്പോൾ നല്ല രീതിയിൽ അത് ഡീൽ ചെയ്യും. ഇപ്പോൾ ദിശേൻ്റെ പീരീഡ്സ് വന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഒരു ടീച്ചർ പെരുമാറിയ രീതി, അത് കുട്ടികളെ ഈ രീതിയിലാണ് സ്വാധീനിച്ചതെന്ന് ആ ടീച്ചർക്ക് എപ്പോഴും മനസ്സിലുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ചില സംഭവങ്ങൾ കുട്ടികൾക്ക് വരുമ്പോൾ ടീച്ചേഴ്സ് നല്ല രീതിയിൽ അത് ഡീൽ ചെയ്യാൻ ശ്രമിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ കമൻറ്റ് ബോക്സിൽ കാണണം. അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയറും ചെയ്യാം വീഡിയോ. ദിശ ആയുർവേദ എന്ന പേജിലേക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോസാണിത്. അപ്പോൾ വീണ്ടും കാണും വരെ വണക്കം. ബൈ.